ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ എന്തെല്ലാം നോക്കുന്നത് വെച്ചാൽ എന്താണ് ഹിസ്റ്റോഗ്രാം, വേർ ഈസ് യൂസ്ഡ്, എവിടെ യൂസ് ചെയ്യുന്നു, എപ്പോൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ നോക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ടാബ്ലോയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കും. ഓക്കെ, ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് മെഷേഴ്സ് ആണ്. ഓക്കെ, ഈ കണ്ടിന്യൂസ് മെഷേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് മെഷേഴ്സ് ഉദാഹരണത്തിൽ ഏതൊക്കെ ഏജ്, ഇൻകം, റെസ്പോണ്ട് ടൈം ബൈ ഗ്രൂപ്പിംഗ് വാല്യൂ ഇൻറ്റു ബിൻസ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രൂപ്പിംഗ് വാല്യൂ ഇൻറ്റു ബിൻസ് ആയിട്ട്, ബിൻസ് പറഞ്ഞാൽ ഓരോരോ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് വാല്യൂനെ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഹിസ്റ്റോഗ്രാം എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത് ഒന്ന് ഡാറ്റ അനാലിസിസ് ടു എക്സ്പ്ലോർ ദ സ്പ്രെഡ് ആൻഡ് സെൻട്രൽ ടെൻഡൻസി ഓഫ് ഡാറ്റ അനാലിസിസ്. എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട്, ഡാറ്റകൾ എത്ര സ്പ്രെഡ് ആയിട്ടുണ്ട്, അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി എത്രയാണ്. ഇതൊരു ഡാറ്റ ആണെങ്കിൽ ആ ഡാറ്റയുടെ സ്പ്രെഡിങ് എത്രയാണ്, അങ്ങനെ സ്പ്രെഡായിട്ട് എത്ര ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഡാറ്റ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേത് ക്വാളിറ്റി കൺട്രോൾ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫക്റ്റ് ഓർ ടോളറൻസ് റേഞ്ച്. ഡിഫക്റ്റ് കണ്ടുപിടിക്കാനും അതിൻ്റെ റേഞ്ചിലുള്ള ടോളറൻസ്, അതിൻ്റെ പ്രതിരോധം കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിനാൻസിൽ യൂസ് ചെയ്യുന്നത് ഫോർ അനലൈസിങ് ദ ട്രാൻസാക്ഷൻ സൈസ് ആൻഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ട്രാൻസാക്ഷൻ സൈസും പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനും കണ്ടുപിടിക്കാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനർജിയിലാണെങ്കിൽ വരുന്നത് ടു അനലൈസ് ദ പവർ കൺസംഷൻ പാറ്റേൺ ഓവർ ദ ഇൻ്റർവെൽ. പവർ കൺസംഷൻ ഫാക്ടറിലും ഇൻ്റർവെൽ ബേസിൽ പവർ കൺസംഷൻ കണ്ടുപിടിക്കാനും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി when do we use to tableau? Okay, ഹിസ്റ്റോഗ്രാം എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദ ഷേപ്പ് ഓഫ് ദ ഡാറ്റൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്യൂഡ് ആണോ, നോർമൽ ആണോ, ബൈനോമിയൽ ആണോ, ഇതൊക്കെ ഡാറ്റ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. പകുതി എടുത്താൽ രണ്ട് ഭാഗം ഒരേപോലെ ഉള്ളതാണ് നോർമൽ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ മീൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിറ്റക്ട് ദ ഔട്ട്ലിയേഴ്സ് ഉണ്ടോ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അൺയൂഷ്വൽ പാറ്റേൺസ്, ഇപ്പോൾ ചില ഡാറ്റകൾ അനാലിസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് ഒരൊറ്റ ഇൻക്രിമെൻറ്റ്, പിന്നെ വീണ്ടും ഡിക്രിമെൻറ്റ്, പിന്നെ ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസിൽ ഈ ഒരു പോർഷൻ ഉണ്ട്, ഇവിടുത്തെ ഡാറ്റ, അപ്പോൾ അത് ഒരു ഔട്ട്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. പെട്ടെന്നുള്ള സഡൻ ചേഞ്ചാണ്. അപ്പോൾ അങ്ങനത്തെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡാറ്റകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ ഉണ്ടായിരിക്കും, പെട്ടെന്നൊരു ഹൈക്ക്, പിന്നെ സാധാരണ കുറവ്, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഔട്ട്ലെയറൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹിസ്റ്റോഗ്രാംസ് അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അനലൈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വാല്യൂ വിത്തിൻ ദ ഇൻ്റർവെൽ. ഫ്രീക്വൻസി ഓഫ് വാല്യൂ വിത്തിൻ ദ ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് ഇത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സമ്മറൈസ് ദ ലാർജ് വോളിയം ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ എഫിഷ്യൻ്റ്ലി. ഇപ്പോൾ ഉദാഹരണത്തിൽ വലിയ ലാർജ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ ഓരോ എന്താ പറയുക, ഓരോ ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിനെ ഒന്നായിട്ട് അനലൈസ് ചെയ്യുക, ഓവറോൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ എങ്ങനെ ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റ് ചെയ്യാമെന്ന് അത് ഞാൻ നേരെ ടാബ്ലൂവിൻ്റെ ഇൻ്റർഫേസിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ടാബ്ലൂവിൻ്റെ ഇൻ്റർഫേസ് കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഒരു മെഷർ ഉണ്ടായിരിക്കണം. ആദ്യം ഒരു മെഷർ എടുത്തിട്ട് ഞാനിവിടെ റോസിൽ ഇട്ടു. ഓക്കെ, ക്വാണ്ടിറ്റി സം ഓഫ് ക്വാണ്ടിറ്റി ഞാൻ റോസിൽ ഇട്ടു. ഓക്കെ, ദെൻ ഈ സം ഓഫ് ക്വാണ്ടിറ്റീനെ ക്വാണ്ടിറ്റി ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വലത്ത് ക്രിയേറ്റ് എന്നുള്ള ഒരു ക്രിയേറ്റ് എന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഈ ക്രിയേറ്റ് ഫീൽഡ് ഗ്രൂപ്പ് ബിന്ന് പാരാമീറ്റർ ഇതിൽ ബിന്ന് എടുക്കുക. എന്നിട്ട് ഈ ന്യൂ ഫീൽഡ് നെയിം ഇവിടെ നമുക്ക് എന്താക്കാം, ക്വാണ്ടിറ്റി ബിൻ ഗ്രൂപ്പ് എന്താണ് പേര് ഇതിനോ ഇതാ. ഓക്കെ, ഞാനിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്വാണ്ടിറ്റി ബിൻ ഗ്രൂപ്പ് എന്ന് കൊടുക്കും. ദെൻ സജസ്റ്റ് ബിൻ സൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതടിച്ചാൽ ഓട്ടോമാറ്റിക് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ നമ്മളെ ബേസ്ഡ് ഓൺ അവർ നമ്മുടെ ഡാറ്റ ഈ ടാബ്ലോ അനാലൈസ് ചെയ്തിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ടാബ്ലോ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബിൻ സൈസാണ് ഇത് 1.77. ഓക്കെ, അപ്പോൾ എനിക്കിത് വേണ്ട, എനിക്കിപ്പോൾ മാനുവലായിട്ട് വേണം. ഓൾറെഡി ഈ ഡാറ്റയെ കുറിച്ച് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ 2 എടുക്കുന്നു ബിൻ സൈസ്. ഓക്കെ, എന്നിട്ട് മിനിമം എത്രയാണ്, 1 മാക്സിമം കൗണ്ട് മാക്സിമം ഡാറ്റകൾ വരുന്നത് 14. ഡിഫറൻസ് 1 മൈനസ് 14 മൈനസ് 1 14. കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളത് 14 ഡിസ്റ്റിങ്ക്റ്റ് ആയ വാല്യൂസ് ഉണ്ട് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ക്വാണ്ടിറ്റി ബിൻ ഗ്രൂപ്പ് അങ്ങനെ ഒരു ബിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് എടുത്തിട്ട് നേരെ കൊളംസിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ കണ്ടോ ഇത് എന്ത് കിട്ടി, ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതിനെ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ഇവിടെ മുകളിൽ വന്നിട്ട് സോർട്ടിങ് അസെൻഡിങ് കൊടുക്കാം, ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ് കൊടുക്കാം. ഇത് ബാർ ടൈപ്പ് എന്താ പറയല് ബാർ ചാർട്ട് പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ബാർ ചാർട്ടിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് കാറ്റഗറീനെയാണ് ബാർ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് ക്വാണ്ടിറ്റി അല്ലേ, സം ഓഫ് ക്വാണ്ടിറ്റി. ഇത് ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് ആയ ഒരു മെഷർ ഡാറ്റയാണ്. ഈ ഡാറ്റനെ നമ്മൾ കണ്ടിന്യൂസിനെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ അനാലിസിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പിന്നോട്ട് ഉണ്ടാവും. പിന്നെ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് കൊടുക്കുക, ഫിൽ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ 2 എടുത്തിട്ട് 3 ആക്കണം. ഓക്കെ കൊടുക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക് അത് മാറി. 1 സ്റ്റാർട്ടിങ് 1 പിന്നെ 3 5 9 അങ്ങനെ മാറി മാറി വന്നു. ഓക്കെ, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിന് ഒരു ബിൻസിനെ ബിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒഴിവാക്കണം. ഇവിടെ വേറൊരു ബിന്നുണ്ട്, സെയിൽസ് ബിൻ. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, അപ്പോൾ അത് പോകും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഞാൻ നമ്മളെ പ്രസൻറ്റേഷനിൽ ഒന്ന് എടുക്കുന്നു. ഇതേപോലത്തെ ഒന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ ക്വാണ്ടിറ്റി ബിന്നും കൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ആണ് അല്ലേ, കൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി. അതിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.